നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വീണ്ടും താമര വിരിയിക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് BJP നേതൃത്വത്തിനുള്ളത്. NDA സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ അടക്കമുള്ളവർ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് അണിയറ കഥകൾ. നമുക്ക് BJPയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ എടുത്തൊന്ന് പരിശോധിക്കാം. BJPക്ക് വേണ്ടി വലിയ സ്ക്രീനുമായി ഓടുന്ന വണ്ടികളെല്ലാം ഉത്തർപ്രദേശ് രജിസ്ട്രേഷൻ ഉള്ളവരാണ്, മധ്യപ്രദേശ് രജിസ്ട്രേഷൻ ഉള്ളവയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വിവിധ നിയോജക മണ്ഡലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ BJPയുടെ A+ മണ്ഡലങ്ങളിൽ പണം വാരിയെറിഞ്ഞുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പ്രതിപക്ഷം, അതായത് കോൺഗ്രസും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത പ്രവർത്തനം നടത്തുകയാണ്. BJP ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ പണം ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നും പറയപ്പെടുകയാണ്. പ്രതിപക്ഷമാണ് ഈ ആരോപണം കൂടുതൽ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേരളവുമായി അത്ര വലിയ ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് BJP ദേശീയ നേതൃത്വം കുടിയിരുത്തിയത് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ കേവലം ഒരു 5-6 സീറ്റിൽ BJPയെ വിജയിപ്പിച്ചെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ അടക്കമുള്ളവർ PR പ്രവർത്തനങ്ങളുമായി കളം പിടിച്ചത്. കോൺഗ്രസിന്റെ ഒന്നാം നിര നേതാക്കന്മാരെ പരാജയപ്പെടുത്തണമെന്ന് തന്നെയാണ് BJPയുടെ ലക്ഷ്യവും. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പരാജയപ്പെടുത്താൻ വൻതോതിൽ മണ്ഡലങ്ങൾ, ഹരിപ്പാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ പണം ഒഴുക്കി കൊഴുപ്പിച്ചുള്ള പ്രചരണമാണ് നടത്തുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തകരില്ലാത്ത ബൂത്തുകളിലടക്കം വൻതോതിൽ പണമിറക്കി ബഹുവർണ്ണ ചിത്രങ്ങളോടുകൂടിയ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും എല്ലാം സ്ഥാപിച്ച പണക്കൊഴുപ്പിന്റെ ഉത്സവമായി തെരഞ്ഞെടുപ്പിനെ മാറ്റുകയാണെന്ന ആരോപണം കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയാണ്. ഇവന്റ് മാനേജ്മെന്റുകളും PR കമ്പനികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വാർഡുകളിലും ബൂത്തുകളിലും പണക്കൊഴുപ്പ് കൊണ്ട് BJP നേതാക്കന്മാർ വീർപ്പുമുട്ടുകയാണെന്നാണ് ആ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കന്മാർ തന്നെ പറയുന്നത്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉത്തരേന്ത്യയിലും ഒക്കെ അവൾ വിജയിച്ചെടുത്ത ഇവന്റ് മാനേജ്മെന്റുകളെയും മറ്റും കൂട്ടിപ്പിടിച്ച് നേടിയ വിജയം കേരളത്തിൽ നേടാൻ കഴിയില്ല എന്ന് മുതിർന്ന നേതാക്കന്മാർ അടക്കം പറയുന്നുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയതിനു ശേഷം പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടും പാർട്ടിയുടെ പ്രവർത്തന ശൈലിയും മാറിയിട്ടുണ്ട് എന്നാണ് മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പണമൊരു വിഷയമല്ല, പണത്തിന്റെ കുത്തൊഴുക്കാണ് നടക്കുന്നത് എന്ന കോൺഗ്രസും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. A+ മണ്ഡലങ്ങളിൽ പണം വാരിയെറിഞ്ഞ താമര വിരിയിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം. ഇതിന് മറുപടി പറയാൻ BJP നേതൃത്വം തയ്യാറായിട്ടില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വാഹനങ്ങൾ അടക്കം ഇവിടേക്ക് പ്രചരണ പ്രവർത്തനങ്ങൾക്കായി എത്തുകയാണ്. ഇതിനൊന്നും കൃത്യമായ കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇതിന്റെ കൃത്യമായ കണക്കറിയുമോ എന്ന കാര്യത്തിൽ നമ്മൾക്ക് സംശയമുണ്ട്. എന്തായാലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പണമൊഴുക്കിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന കോൺഗ്രസിന്റെയും CPMന്റെയും ആരോപണത്തിന് ഇതുവരെ BJP മറുപടി നൽകിയിട്ടില്ല. BJPക്ക് കേവലം ചെറിയ സ്വാധീനമുള്ള ഒരു 15%-ലധികം വോട്ട് ഷെയർ ഉള്ള മണ്ഡലങ്ങളിലെല്ലാം ഇത്തരത്തിൽ പണക്കൊഴുപ്പിന്റെ ആധിപത്യമാണ് നടക്കുന്നത് എന്നാണ് ആരോപണം. എന്തായാലും BJP വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്ത് വില കൊടുത്തും എത്ര പണമൊഴുക്കിയും PR കമ്പനികളെയും ഇവന്റ് മാനേജ്മെന്റുകളെയും എന്തിനേയും കൂട്ടുപിടിച്ച സീറ്റ് ജയിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ അഭ്യാസങ്ങളും അവർ നടത്തുന്നുണ്ട്. പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ പണക്കൊഴുപ്പ് കൊണ്ട് കേരളത്തിന്റെ മതേതര മനസ്സിനെ, അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലെ സമ്മതിദാനാവകാശം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് BJPയെ ബോധ്യപ്പെടുത്തും. പണക്കൊഴുപ്പ് കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കാമെന്നാണ് BJP കരുതിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രബുദ്ധ കേരളമാണ്, ജനാധിപത്യ കേരളം. അതിനുള്ള മറുപടി ബാലറ്റിലൂടെ മെയ് 4-ന് നൽകുമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്.